ഗൈസ്, ഏഷ്യാനെറ്റിന്റെ ഏറ്റവും പുതിയ പ്രൊമോനെ പറ്റിയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. വേറെ ഒന്നുമല്ല, ഗബ്രിയുടെ എവിക്ഷൻ ഫെയറോ അൺഫെയറോ. കുറെ പേര് പറയുന്നു ഫെയർ ആണെന്ന്, കുറെ പേര് പറയുന്നു അൺഫെയർ ആണെന്ന്. ഞാൻ ഈ ലാസ്റ്റ് വീക്കിൽ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗബ്രി ഈ ആഴ്ച ഔട്ട് ആവുന്നു. വേറെ ഒന്നുമല്ല, നമുക്ക് ആ ഒരു എപ്പിസോഡ് എഡിറ്റ് ചെയ്യുന്ന രീതി കണ്ടാൽ അറിയാം ആരെയാണ് അവർ കൂടുതൽ നെഗറ്റീവ് ആക്കാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ഈ ആഴ്ചയിലെ എപ്പിസോഡ്സ് മൊത്തം ഗബ്രിക്ക് നെഗറ്റീവ് വൈബ് കൊടുത്തിട്ടുള്ള എപ്പിസോഡ്സ് ആയിരുന്നു. പക്ഷെ ഗബ്രി നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു വ്യക്തി കൂടിയായിരുന്നു. ഗബ്രിയുടെ സൈഡിൽ ന്യായം ഉണ്ടായിട്ട് പോലും ഗബ്രിയാണ് നെഗറ്റീവായിട്ട് അവിടെ ചിത്രീകരിക്കപ്പെട്ടത്. സോ ഓഫ് കോഴ്സ് നമുക്കറിയാം ഇതൊരു എഡിറ്റ് ചെയ്യുന്ന ഷോ ആണ്. അപ്പൊ അതിന്റെ എഡിറ്റർക്ക് തീരുമാനിക്കാം ആരെ കളയണം, ആർക്ക് നെഗറ്റീവ് ആക്കണം എന്ന്. ഇപ്പൊ ഗബ്രി ജാസ്മിൻ ആ ഒരു കോംബോയിൽ ജാസ്മിനെ പാവമായിട്ടും അതേപോലെ തന്നെ ഗബ്രിയെ ഒരു കലിപ്പനായിട്ടും ചിത്രീകരിച്ചിട്ടാണ് ഈ ലാസ്റ്റ് വീക്കിലെ എപ്പിസോഡുകൾ എല്ലാം വന്നത്. ആ ഒരു ടൈമിൽ ഓഫ് കോഴ്സ് ഗബ്രിക്ക് വോട്ട് കുറയും. നമ്മുടെ അൺഒഫീഷ്യൽ പോൾസിലെല്ലാം ഗബ്രിക്കായിരുന്നു വോട്ട് കുറവ്. ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സൈറ്റ് ഉണ്ട്, അതിൽ തുടക്കം തൊട്ട് ഗബ്രിക്കായിരുന്നു വോട്ട് കുറവ്. ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ ഗബ്രിക്ക് ഇത്ര വോട്ടാണ് അൺഒഫീഷ്യൽ ആയിട്ട് കിട്ടിയത്, അല്ലാതെ യൂട്യൂബിൽ വന്നിരുന്ന ഓരോരുത്തർ തള്ളുന്ന സംഭവമല്ല. ഇത് നമ്മൾ ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യുന്നവർ തന്നെ ഈ സൈറ്റിലും കയറി വോട്ട് ചെയ്യും. ഇത് അങ്ങനെ ഒരു സൈറ്റ് അവർ ബിഗ് ബോസിന്റെ ഏതൊരു ടീം, ഇഷ്ടപ്പെടുന്ന ഒരു ടീം ഉണ്ടാക്കിയിട്ടാണ്. സോ ഇതിൽ കയറി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആർക്കാണ് ഏറ്റവും കുറവ് വോട്ട്, ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട്. ഇവരുടെ ഒരു വോട്ടിംഗ് വെച്ചൊക്കെ തന്നെയാണ് എന്നും എവിക്ഷൻ നടക്കും. പ്രമോയിൽ ഇതാണ് കാണിക്കുന്നത്. ഗബ്രി, ജാസ്മിൻ, ഋഷി, അൻസിബ ഈ 4 പേരെ ലാലേട്ടൻ പറഞ്ഞു നിങ്ങളുടെ എവിക്ഷൻ റിസൾട്ട് അറിയാൻ ഒന്ന് പുറത്തേക്ക് വരൂ, ബാക്കിയുള്ളവർ ഇരിക്കും, നാളെ പറയാന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ മറ്റേ ഗോപികയും ലച്ചു ഒക്കെ കഴിഞ്ഞ സീസണിൽ സ്ക്രാച്ച് ആൻഡ് വിൻ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സ്ക്രാച്ച് ചെയ്തിട്ട് അതിൽ സേവ് എന്ന് എഴുതി കാണിക്കുന്ന പരിപാടി. അപ്പൊ ആ ഒരു സംഭവത്തിൽ നമ്മുടെ ഋഷിയും അൻസിബയും സേവ് ആയെന്ന് തോന്നുന്നു. ജാസ്മിനെയും ഗബ്രിനെയും ആക്ടിവിറ്റി റൂമിലേക്ക് വിളിച്ചു. എന്നിട്ട് 2-ൽ ഒരാൾ ഇന്ന് ഔട്ടാവും എന്ന് പറയുന്നു. ജാസ്മിൻ ബാസിലായിക്കോ, ജാസ്മിന് കരയാനും തോന്നുന്നുണ്ട്, പക്ഷെ ഉള്ളിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്താണ് ഫീലിങ്സ് എന്ന് നമുക്ക് ജാസ്മിന്റെ ഫേസിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല. അവസാനം നമ്മുടെ ഈ പഞ്ചായത്തിന്റെ മതിലിന്റെ ഒക്കെ ശിലാസ്ഥാപനം ഉണ്ടാവുമല്ലോ, അപ്പൊ ഈ MLA ഇവരൊക്കെ വന്നിട്ട് ഈ കർട്ടൻ വലിക്കുന്നത് പോലെ ഒരു സാധനം വലിക്കുമ്പോൾ എവിക്ട് എന്ന് വരെ കാണിച്ചു. പക്ഷെ ജാസ്മിന്റെ ഫേസിൽ അപ്പോൾ ചിരിയാണ്. ഇനി ഗബ്രി ഔട്ടാക്കിയിട്ട് സീക്രട്ട് റൂമിലിട്ട് തിരിച്ചു കൊണ്ടുവരുമെന്ന് അറിയില്ല. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ബിഗ് ബോസ് വൻ ശോകമാണ്. എപ്പിസോഡ് തന്നെ കണ്ടു തീർക്കാൻ പറ്റുന്നില്ല. അപ്പൊ ലൈവിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. നല്ല റേറ്റിംഗിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ഷോനെ ഇങ്ങനെ ആക്കിയത് ബിഗ് ബോസിന്റെ ആ ഒരു ക്രൂ തന്നെയാണ്. എന്തായാലും ഷോ ഡയറക്ടറും എഡിറ്ററും ഒക്കെ വിചാരിച്ചതുപോലെ തന്നെ ഗബ്രി ഔട്ടായി. പിന്നെ ഇത് ആരൗട്ടായാലും ആരൗട്ടായില്ലെങ്കിലും ഫെയർ ആണെങ്കിലും അൺഫെയർ ആണെങ്കിലും നമ്മൾ വോട്ട് ചെയ്യുന്നതിനനുസരിച്ച് തന്നെയാണ് ആളുകൾ പോകുന്നത്. ഗബ്രിക്കാണ് ഏറ്റവും കുറവ് വോട്ട് കിട്ടിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഗബ്രി എവിക്റ്റഡ് ആയി. ഇനി ജാസ്മിൻ എങ്ങനെ കളിക്കും, ജാസ്മിൻ ആരെ കൂട്ടുപിടിക്കും എന്ന് നമുക്ക് നോക്കാം. ഗബ്രി ഔട്ടായ സ്ഥിതിക്ക് എന്തായാലും നമ്മുടെ രതീഷ് ഏട്ടനെ ഈ ആഴ്ച തന്നെ ഗെയിമറായിട്ട് വെക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഗബ്രി പോയത് കൊണ്ട് തന്നെ നമ്മുടെ ജാസ്മിൻ കൂടുതൽ കോംബോ പിടിക്കാൻ പോകുന്നത് രതീഷ് ഏട്ടൻ അല്ലെങ്കിൽ ജിൻഡോ ആയിട്ടായിരിക്കും. സോ അവരുടെ ഒരു കോംബോ എങ്ങനെ വർക്ക് ആവും, ആരൊക്കെ ടോപ്പ് 5ലേക്ക് എത്തും. എന്തായാലും ജാസ്മിൻ എത്തും ടോപ്പ് 5. കാരണം ഗബ്രിയുടെ ഒരു നെഗറ്റീവ് ആയിരുന്നു ജാസ്മിൻ ഉണ്ടായിരുന്നത്. ഗബ്രി പോകുന്നതോടെ ജാസ്മിൻ പോസിറ്റീവ്. ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ച മൊത്തം ഗബ്രി ഒരു കലിപ്പനായിട്ടും ജാസ്മിൻ ഒരു പാവം കാന്താരിയായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. സോ ഇനി ജാസ്മിന് സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ആവും. ഒരു 55 ഡേയ്സ് ആയിട്ടുള്ളൂ. 55 വരെ നെഗറ്റീവ് നിന്നവർ പിന്നീട് പോസിറ്റീവായ ചരിത്രങ്ങൾ നമ്മൾ മുൻ ബിഗ് ബോസ് സീസണുകളിൽ കണ്ടിട്ടുണ്ട്. സോ ജാസ്മിന് ഒരു പോസിറ്റീവ് അപ്രോച്ച് കിട്ടാനുള്ള ഒരു കുറെ പേര് പറയുന്നു ജാസ്മിൻ ഒരു കപ്പ് പദ്ധതിയാണ് എന്നൊക്കെ. പക്ഷെ എനിക്കറിയില്ല. എന്തായാലും ബിഗ് ബോസിൽ നിന്നും നമ്മുടെ ഗബ്രി ഔട്ടായിരിക്കുന്നു. നമ്മൾക്ക് നല്ല രീതിയിൽ കണ്ടന്റ് തന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആ വ്യക്തി പോകുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമുണ്ട്. പിന്നെ ഗബ്രി പുറത്തിറങ്ങുമ്പോൾ അവന്റെ മാനസികാവസ്ഥ എന്താവുമെന്നും അതിലും എനിക്കൊരു ചെറിയ വിഷമമുണ്ട്. കാരണം ആഫ്റ്റർ ഓൾ വി ആർ ഓൾ ഹ്യൂമൻസ്. ഒരാളൊരു ഷോയിൽ വന്നു, അവിടെ ഇത്തിരി നെഗറ്റീവായെന്ന് വെച്ച് തുടർന്നും ആളുടെ പേഴ്സണൽ ലൈഫിൽ കയറി ചൊറിയാതിരിക്കാൻ ശ്രമിക്കുക. ഇനി എന്തായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാനുള്ള എന്ത് കാര്യമായിരിക്കും അവർ പ്രദാനം ചെയ്തത്? കാരണം ഞാൻ ഇന്ന് എപ്പിസോഡ് റിയാക്ട് ചെയ്യാൻ എടുത്തിട്ട് തന്നെ പറ്റണില്ല, കാണാൻ ഒന്നുമില്ല. എന്തുവാ കണ്ടന്റ് ഉള്ളത്? വെറുതെ ശരണ്യ ഒരു വർത്താനം പറഞ്ഞിരിക്കുന്നു, ഒരു ടാസ്ക് കൊടുക്കുന്നു, അതിന് അശ്വമേധം പരിപാടി കൊടുക്കുന്നു, പിന്നെ ജയിലിൽ അച്ചാർ ഉണ്ടാക്കുന്നു. ഇതാണ് ഒരു പ്ലസ് എപ്പിസോഡ് 31 മിനിറ്റ്. എത്ര ഫണ്ണ് കാര്യങ്ങൾ വന്നിരുന്ന എപ്പിസോഡുകളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര അടികൾ വന്നിരുന്ന എപ്പിസോഡാണ്. ഒരു ഓർത്തിരിക്കാൻ ഒരു മൊമെന്റ് പോലും ഇല്ലാത്ത പോലെയാണ് ബിഗ് ബോസിന്റെ പോക്ക്. ഇപ്പൊ റിയാക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടറിയാം അതിൽ വലിയ ഇപ്പൊ ഒന്നുമില്ല. എന്ത് റിയാക്ട് ചെയ്യാനത് ഒന്നുമില്ല. മറ്റേ ഫിറോസൊക്കെ പറയും ഇതിലൊന്നും ഇല്ലടേ. അപ്പൊ എന്തായാലും ഇന്നത്തെ എവിക്ഷനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. പവർ ഹൗസ് എന്ന് പറഞ്ഞ പവർ ടീം എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ നല്ല നല്ല പ്ലേയേഴ്സ് നമുക്ക് മിസ്സാവുന്നുണ്ട്. എന്തായാലും ഗബ്രി പോകുന്നത് ഷോയെ ബാധിക്കൊന്നുമില്ല. എന്നാലും ജാസ്മിന് അതൊരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജാസ്മിന്റെ ഗെയിം ഇനി മാറാൻ ചാൻസ് ഉണ്ട്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ